ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സിൻ്റെ ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. അതായത് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ആക്സിയൽ പോയിൻറ്റ് എന്ന് പറയും. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു ഡൈപോൾ എടുത്തു. ആ ഡൈപോളിൻ്റെ ആക്സിയൽ പോയിൻറ്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ആ ഒരു ഡെറിവേഷൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ ഇരിക്കും നമുക്കൊന്ന് നോക്കിയാലോ? തീർച്ചയായും വേഗം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതൊരു ഡൈപോളാണ് അല്ലേ. ഇനി ഡൈപോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P=2AQ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനാണ് ഡൈപോൾ മൊമെൻറ്റ് ഡെഫിനിഷനാണത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ഡൈപോളിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2A ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതാക്കി കൂടെ സ്പ്ലിറ്റ് ചെയ്തുകൂടെ, എ ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തുകൂടെ, തീർച്ചയായും സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? യെസ്, ഇങ്ങനെയൊരു ഞാനിവിടെ അപ്പുറത്തും എ എന്ന് കൊടുത്തിരിക്കണം. ഓക്കെ, ആദ്യത്തെ പോയിൻ്റാണ് കേട്ടോ അത്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ KQ/R² ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് KQ/R² ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് മാത്രമാണുള്ളെങ്കിൽ, ഒരു പ്ലസ് ചാർജ് മാത്രമാണുള്ളെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യും. രണ്ട് ചാർജ് ഉണ്ടെങ്കിലോ അവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ലേ? അതെ, തീർച്ചയായും. ഇനി ആ ഒരു രണ്ട് ചാർജ് ഈ സിസ്റ്റത്തിലെ നമ്മൾ ഈ ഒരു ഡൈപോളിനെ നമ്മളൊരു സിസ്റ്റമായി തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണാൻ സാധിക്കില്ല. തീർച്ചയായും നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡാണ് ഈ ഒരു ഡെറിവേഷനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു -Q ചാർജും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു +Q ചാർജും ഉണ്ട്. അവർ രണ്ടുപേരും എന്തുണ്ടാക്കുന്നു? ഒരു നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നു, ഒരു പോസിറ്റീവായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് +Q എന്ന് വിളിക്കാമല്ലോ. തീർച്ചയായും. ഇനി പ്ലസ് നമുക്ക് രണ്ട് ചാർജ് ഇലക്ട്രിക് ഫീൽഡും കൂടി കൂട്ടിയാലേ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടുള്ളൂ. അതെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാർജ് ഉണ്ടാക്കുന്ന, അതായത് പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എഴുതി. ഇനി അടുത്താണ് നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്, അതായത് നെഗറ്റീവായിട്ടുള്ള ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പ്ലസ് ചെയ്ത് എഴുതുന്നു. ഓക്കെ, ഇനി അടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം KQ/R² ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് +Q ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ഇക്വേഷൻ വെറുതെ ഒന്ന് എഴുതി നോക്കാം അല്ലേ. ഓക്കെ, KQ/Q തന്നെയാണ്, വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ +Qനെ നമുക്ക് എന്ത് ചെയ്യാം, Q എന്ന് തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഈ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, രണ്ട് പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് R. ഓക്കെ, നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ +Q ചാർജിൻ്റെ ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അതെ, ഇവിടെ +Q ചാർജും ഈ Pയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി എന്താ P? നമുക്ക് ഈ ഒരു ഡൈപോളിനെ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം കേട്ടോ. എക്സ്റ്റെൻഡ് ചെയ്ത് P എന്ന് വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഡയഗ്രാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എയും ആയിട്ട് നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് മിഡിലാക്കിയിട്ടുണ്ട്. ഇനി ആ ഡൈപോളിൻ്റെ മിഡിൽ പോയിന്റിൽ നിന്നും നമ്മളൊരു ലൈൻ ഇങ്ങനെ വരച്ച് നമ്മുടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് Pയിലേക്ക് നമ്മൾ ആ ഒരു ലൈൻ കൊണ്ടുപോയിട്ട് അതിനെ നമ്മൾ R എന്ന് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ കേസിൽ R എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ +Qയും പിന്നെ അതേപോലെ തന്നെ Pയും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് R. ഓക്കെ, അതായത് ഡൈപോൾ മൊമെൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ചാർജും മറ്റൊരു ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് R. ഓക്കെ, അത് മാത്രം മതി. ഓക്കെ, ഇനി +Q ചാർജിൻ്റെ കേസിൽ ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ R ആയിട്ട് കൊടുക്കുക. അതെ, ഇനി ഈ ഡിസ്റ്റൻസിൻ്റെ ടോട്ടലായിട്ടുള്ള വാല്യൂ നമുക്ക് R-A ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഞാനത് മുമ്പ് എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഡിസ്റ്റൻസ് R-A ആണ്. ഇനി അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ടോട്ടൽ R അല്ലേ, അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ലേ? അതെ, അത് തന്നെയല്ലേ നമ്മുടെ R എന്ന് പറയുന്നത്. അതെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ R-A ആണെന്ന് കിട്ടി, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ചാർജ്.
ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r - a ആണ്. അപ്പോൾ ഇക്വേഷൻ പ്രകാരം അതിന് ഞാൻ സ്ക്വയർ ഇടുന്നു. ഓക്കെ, സ്ക്വയർ ഇടുന്നു. ഇനി പ്ലസ് k ഇൻറ്റു നെഗറ്റീവ് ആയിട്ടുള്ള, അതായത് മൈനസ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചാർജ് -q തന്നെയല്ലേ? അതെ, ഡിവൈഡഡ് ബൈ. ഇനി -qയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് -q, ഇത് p. ഇവിടം വരെ r ആണ്, ഇത് a യുമാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r-ഉം a-യും കൂടി കൂട്ടിയാൽ കിട്ടില്ലേ? തീർച്ചയായും. ഇപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് r, പിന്നെ ഇത് a-യും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് r + a അല്ലേ? അതെ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇത് r + a ഇടുന്നു, പിന്നെ അതിൻ്റെ ഒരു ഹോൾ സ്ക്വയർ നമ്മളവിടെ ഇടുകയാണ്. ഓക്കെ, ഇനി KQ ഞാൻ പുറത്തെടുക്കുന്നു. സോറി, ഇല്ല, പുറത്തെടുക്കാൻ സമയമായിട്ടില്ല. അപ്പോൾ r - a ഹോൾ സ്ക്വയർ മൈനസ് ഈ -q ഞാൻ അപ്പുറത്തേക്ക് ഞാൻ ഇടുന്നു. എന്നിട്ട് KQ ഡിവൈഡഡ് ബൈ r + a ദ ഹോൾ സ്ക്വയർ. ഇനിയാണ് നമ്മൾ KQവിനെ നമ്മൾ ഔട്ട്സൈഡായിട്ട് എടുക്കുന്നത്. ഇനി KQ ഇങ്ങനെ വരുന്നു. ഇനി 1/r - a ദ ഹോൾ സ്ക്വയർ മൈനസ് 1/r + a ദ ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യുന്നു? സുഖമായി തന്നെ കിട്ടുന്നു. ഓക്കെ, ഇനി ഞാൻ ആദ്യം തന്നെ ഈ ആൾക്കാരെ ഒന്ന് മിനിമൈസ് ചെയ്യട്ടെ കേട്ടോ. സോറി. അപ്പോൾ നമ്മളിവിടെ പറയുകയാണെങ്കിൽ നമ്മൾ വേഗം തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻസ് അത്യാവശ്യം നമ്മുടെ ഈ ചാപ്റ്ററിൽ, നമ്മുടെ ഈ ചാനലിൽ +2ൻ്റെ കവർ ചെയ്യാനുണ്ട്. നമ്മൾ അത്യാവശ്യം കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ചാനൽ ആക്റ്റീവായിട്ട് എടുക്കണം എന്നുള്ള ഒരാഗ്രഹത്താൽ വളരെയധികം ഇത് വീഡിയോസൊക്കെ ഇനിയും അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കണതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വേഗം എടുക്കണം. സോറി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഓണം എക്സാമിൻ്റെ സ്റ്റഡി പ്ലാനിനൊക്കെ നിങ്ങൾ നല്ലോണം സപ്പോർട്ട് തന്നിട്ടുണ്ട്, അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ KQവിനെ ഔട്ട്സൈഡായിട്ട് എടുത്ത് ഇങ്ങനെ ഒരു ഫോമിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി KQ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് ഈ ഒരു സംഭവത്തിന്. അപ്പോൾ നമ്മൾ എന്ത് കിട്ടുന്നു? r + a ദ ഹോൾ സ്ക്വയർ മൈനസ് r - a ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ r - a ദ ഹോൾ സ്ക്വയർ ഇൻറ്റു r + a ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് റെഡി ആയില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ എഴുതാണ് കേട്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് എഴുതുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ദാറ്റ് ഈസ് KQ. ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ, കറക്റ്റാണ്. ഇൻറ്റു ഇനി a + b ദ ഹോൾ സ്ക്വയർ a² + b 2ab + b സ്ക്വയറും a - b a² - 2ab + b സ്ക്വയർ എന്ന് നമുക്കറിയാം. അത് ഇതിലേക്ക് നമുക്ക് ഉപയോഗിച്ചുകൂടെ? r + a ദ ഹോൾ സ്ക്വയർ r - a ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? r² + 2ar + a². ഒരു ബ്രാക്കറ്റിൽ നമ്മൾ ഇടുന്നു മൈനസ് r² - 2ar + a². സോറി, ഓക്കെ, പ്ലസ് ഒരു a². ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ r² r - a ദ ഹോൾ സ്ക്വയറും r + a ദ ഹോൾ സ്ക്വയറിനെയും എനിക്ക് r - a ഇൻറ്റു r + a ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അതിലൊരു വിഷയമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ r - a ദ ഹോൾ r - a ഇൻറ്റു r + a ദ ഹോൾ സ്ക്വയർ നമ്മൾ എഴുതുന്നു. ഇതിന് നമ്മൾ മായ്ക്കാം. ഓക്കെ, ഇനി ഇതിനെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നു KQ ഇൻറ്റു r² + 2ar + a². ഇനി ഈ മൈനസിനെയൊക്കെ നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് -r² - × - +2ar
മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടുന്നു ഡിവൈഡഡ് ബൈ. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലേ? അതെ. ഇനി ഇതിനെ നമ്മൾ ടോട്ടലായിട്ടൊരു സ്ക്വയർ ഇടുന്നില്ലേ? ഇടുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു സ്ക്വയർ ഇട്ട് കൊടുക്കണ്ടേ? ഇടണം. അത്രേ ഉള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായോ? അതായത് താഴെയുള്ള ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ, അതായത് സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. അതിന് ടോട്ടലായിട്ടൊരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആർ സ്ക്വയർ മൈനസ് 2a സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ. റെഡി? ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്യാനുള്ള ആൾക്കാരെ കട്ട് ചെയ്ത് വിടുക. അപ്പോൾ ആർ സ്ക്വയർ, ഈ മൈനസ് ആർ സ്ക്വയർ ക്യാൻസൽ, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ക്യാൻസൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് കെ ക്യൂ ഇൻറ്റു ഇവിടെ ഒരു 2AR, ഇവിടെ ഒരു 2AR. അപ്പോൾ ടോട്ടലായിട്ട് ഒരു 4AR അവിടെ കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു കാര്യം എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡിനോമിനേറ്ററിൻ്റെ ഉള്ള ആൾ നമ്മൾ എഴുതുന്നതിന് മുമ്പ് നമുക്കറിയാം ആർ ഇത്രയും വലുതാണ് അല്ലേ? എ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആർ ഈസ് വെരി 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 ഗ്രേറ്റർ ദാൻ എ എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരാൾ 0 ആയിരിക്കില്ലേ? അസ്യൂം ചെയ്തുകൂടെ നമുക്ക്? ആറ് ഇതാണ്, വലിയ ആറാണിത്. എ എത്രയേ ഉള്ളൂ. അപ്പോൾ ആറിനേക്കഴിഞ്ഞും എനേക്കഴിഞ്ഞും വലിയാണ് ആറ് എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 പറഞ്ഞൂടെ? അല്ലെങ്കിൽ എ സ്ക്വയർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൂടെ? തീർച്ചയായും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എ സ്ക്വയർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഈ ഒരു എനെ അങ്ങോട്ട് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാലോ? തീർച്ചയായും. അത് നമുക്ക് ആർ സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് മാത്രമല്ലേ വരുള്ളൂ? അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കെ ക്യൂ ഇൻറ്റു, ഇനി 4AR എന്ന് പറയുന്ന ആളെ എനിക്ക് 2 × 2AR എന്ന് എഴുതിക്കൂടെ? എഴുതാൻ സാധിക്കില്ല. അതെ. ഇനി നമ്മൾ എന്ത് ചെയ്തു? 2 × 2AR എന്ന് എഴുതുന്നു. ഇനി നമ്മൾ ആർ സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് വരച്ച് കഴിഞ്ഞാൽ r⁴ അല്ലേ? അതെ, r⁴. ഓക്കെ, ഇനി Q × 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 2a × Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഡൈപോൾ മൊമെൻ്റ് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഈ Q × 2a സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡൈപോൾ മൊമെൻ്റ് എഴുതുന്നു. ആദ്യം നമുക്ക് K ഉണ്ട്, പിന്നെ ഒരു P ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ബാക്കിയുള്ള ആരൊക്കെയാണ്? 2ഉം ഒരു 6ഉം ഇല്ലേ? യെസ്. ഇൻറ്റു 2R ഡിവൈഡഡ് ബൈ r⁴. ഇനി ആറും r⁴ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇത് വായിക്കാം. ഇത് ഇവിടെ ഒരു കാര്യം ചെയ്ത് ഇപ്പുറത്ത് എഴുതാം കേട്ടോ. ഓക്കെ, അയ്യോ സോറി. ഇത് നമുക്ക് വേഗം തന്നെ ഇപ്പുറത്തേക്ക് മാറ്റാം. ഓക്കെ, ഇത് കുറച്ച് സൈസ് കുറച്ച് വയ്ക്കാം. ഓക്കെ, റെഡി? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു KP ഉണ്ട്. KP × 2, അല്ലെങ്കിൽ നമുക്ക് 2KP എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് 2KP ഡിവൈഡഡ് ബൈ r³ എന്ന് കിട്ടുന്നു. ഓക്കെ, ആറും r⁴ ക്യാൻസൽ ആയിട്ട് ചെയ്താൽ r³ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിയൽ പോയിൻ്റുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് E = 2KP ബൈ r³ എന്ന് കിട്ടുന്നു. ഇതിനെ നമുക്ക് ഒന്ന് വൃത്തിയായിട്ടൊരു പെട്ടിരുള്ളി എഴുതി വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇതിനെ ഞാനൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കി വയ്ക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിയൽ പോയിന്റിൽ നമ്മളൊരു ഡൈപോള് ആക്സിയൽ പോയിന്റിലുള്ള, അതായത് ഡൈപോളിലെ ഒരു ആക്സിയൽ പോയിന്റിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എത്രയും ചോദിച്ചാൽ നമ്മൾ എഴുതി വെക്കേണ്ടതാണ് 2kp/r³ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഒരു ചാനൽ ഫോളോ ചെയ്യുക. എൻ്റെ പേര് അമർനാഥ് എന്നാണ്. ഒരു BSc ഫിസിക്സ് സ്റ്റുഡൻ്റാണ്. ഫിസിക്സിനോടുള്ള കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള താല്പര്യം കൊണ്ടും പിന്നെ അതേപോലെ തന്നെ പഠിപ്പിക്കേണ്ട ഒരു ഇഷ്ടം കൊണ്ട് ഒരു ടീച്ചിങ് ആ ഒരു ഫീൽഡിലുള്ള ഒരു ഇഷ്ടം കൊണ്ടും ഒരു ചാനൽ തുടങ്ങുകയും ഫ്രീ ആയിട്ട് തന്നെ റിസോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും പറയില്ല. നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ പ്ലാൻ കാണണമെങ്കിൽ ഡേറ്റ് ചേഞ്ചായി, സോറി. പക്ഷേ ഓണം എക്സാമിന് മുമ്പ് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങേണ്ട ടിപ്സാണ് അതിൽ കൂടുതലായി പറയുന്നത്. അപ്പോൾ ഓണം എക്സാമിന് വേണ്ട സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന വീഡിയോസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അഥവാ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ അപ്പോൾ പറയാം. നമ്മുടെ 3 ആപ്സ്, അതായത് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡീസിന് വേണ്ടി ഉപകാരപ്രദമായിട്ടുള്ള 3 ആപ്സ് ആണെങ്കിൽ അപ്പുറത്തുള്ള വീഡിയോയും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം, അടുത്തൊരു ഡെറിവേഷനുമായി. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.